നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സന്ധ്യ രാധാകൃഷ്ണൻ. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. ഓൾ ഇന്ത്യ വീരശൈവ മഹാസഭ ചേർപ്പ് ശാഖ കുടുംബ സംഗമം സംഘടിപ്പിച്ചു. സംഗമം ടി.എൻ. പ്രതാപൻ MP ഉദ്ഘാടനം ചെയ്തു. പെരിഞ്ചേരി തിരുഹൃദയ തീർത്ഥാടന കേന്ദ്രത്തിൽ ഈശോയുടെ ദനഹാ തിരുനാളും വിശുദ്ധ റഫായൽ മാലാഖയുടെയും വിശുദ്ധ സെബാസ്ത്യനോസിന്റെയും സംയുക്ത തിരുനാളും ജനുവരി 5, 6, 7 തീയതികളിൽ ആഘോഷിക്കും. അവണിശ്ശേരി ഫെസ്റ്റിനോടനുബന്ധിച്ച് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്യാമ്പ് ശാന്തിഭവൻ പാലിയേറ്റീവ് ആശുപത്രിയുടെയും അവണിശ്ശേരി വികസന ജനകീയ സമിതിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ. മുപ്പത്തൊമ്പത് വർഷത്തെ സേവനത്തിന് ശേഷം പഴുവിൽ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ഔദ്യോഗിക പദവിയിൽ നിന്നും പിരിഞ്ഞുപോകുന്ന വാദ്യശ്രേഷ്ഠ പഴുവിൽ രഘു മാരാർക്ക് യാത്രയയപ്പ് നൽകി. വാർത്തകൾ വിശദമായി. ഓൾ ഇന്ത്യ വീരശൈവ മഹാസഭ ചേർപ്പ് ശാഖ കുടുംബ സംഗമം സംഘടിപ്പിച്ചു. സംഗമം ടി.എൻ. പ്രതാപൻ MP ഉദ്ഘാടനം ചെയ്തു. ഏതാനും മണിക്കൂറുകൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. നമ്മളെല്ലാവരും 2024 വരവേൽക്കാനും 2024 കുറിച്ച് സ്വപ്നം കാണാനും പോകുന്ന ഏതാനും സന്ദർഭം കൂടിയാണ്. ഈ ശബ്ദം കേൾക്കുന്ന പ്രിയമുള്ള എല്ലാ കുടുംബാംഗങ്ങൾക്കും 2023 സങ്കടങ്ങളും പ്രയാസങ്ങളും ആവലാതികളും ഒക്കെ മാറ്റി 2024 സമാധാനമുണ്ടാകുന്ന, മനസ്സമാധാനമുണ്ടാകുന്ന, സ്നേഹമുണ്ടാകുന്ന, സൗഹൃദമുണ്ടാകുന്ന, ദൈവാനുഗ്രഹമുണ്ടാകുന്ന വർഷമായി 2024 മാറട്ടെ എന്ന് ആശിക്കുകയും അതിൻ്റെ ആശംസകൾ നിങ്ങൾക്ക് എല്ലാവർക്കും മുൻകൂറായി നേരുകയും ചെയ്യാം. ഇന്ത്യയിൽ കോടിക്കണക്കിന് ജനസംഖ്യയുള്ളൊരു മഹത്തായ സമൂഹമാണ് ഈ വീരശൈവ സമൂഹം. പ്രത്യേകിച്ചും ഞാൻ ഈ അടുത്ത കാലത്ത് കർണാടകയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ 3 മാസം ഞാൻ കർണാടകയിൽ പോയി. എനിക്ക് അവിടെ ചുമതല ഉണ്ടായിരുന്നു. ആ ചുമതലയുടെ ഭാഗമായി 3 മാസത്തോളം അവിടെ ഒരു താമസിച്ച് ഗ്രാമങ്ങളിലും നഗരങ്ങളിലുമൊക്കെ പോയപ്പോഴാണ് ഈ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി എന്താണെന്ന് ശാഖ പ്രസിഡന്റ് IN ശിവശങ്കരൻ അധ്യക്ഷത വഹിച്ചു. ശാഖ ജനറൽ സെക്രട്ടറി AV രാജേഷ്, ജില്ലാ പ്രസിഡന്റ് EK മണി, കേന്ദ്ര കമ്മിറ്റി അംഗം PV സുരേഷ്, സംസ്ഥാന വൈസ് പ്രസിഡന്റ് CK സരസ്വതി, വനിതാ സമാജം സംസ്ഥാന പ്രസിഡന്റ് ഓമന മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് KA പൊന്നു മുതിർന്ന അംഗങ്ങളെ ആദരിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി AV ഉദയകുമാർ പൂജാകർമ്മങ്ങൾ ചെയ്യുന്നവരെ ആദരിച്ചു. ചാലക്കുടി ശാഖ ജനറൽ സെക്രട്ടറി മണികണ്ഠൻ ശിവയോഗി ആദരവ് ഏറ്റുവാങ്ങി. ചാലക്കുടി BEd കോളേജ് പ്രിൻസിപ്പലും കവിയുമായ സുരേഷ് മൂക്കന്നൂരിനെയും ചടങ്ങിൽ ആദരിച്ചു. പെരിഞ്ചേരി തിരുഹൃദയ തീർത്ഥാടന കേന്ദ്രത്തിൽ ഈശോയുടെ ദനഹാ തിരുനാളും വിശുദ്ധ റഫായൽ മാലാഖയുടെയും വിശുദ്ധ സെബാസ്ത്യനോസിന്റെയും സംയുക്ത തിരുനാളും ജനുവരി 5, 6, 7 തീയതികളിൽ ആഘോഷിക്കും. തിരുനാൾ കൊടിയേറ്റം തീർത്ഥാടന കേന്ദ്രം റെക്ടർ ഫാദർ പോൾ താണിക്കൽ നിർവഹിച്ചു. സഹകരണ വികാരി ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ, ജനറൽ കൺവീനർ റപ്പായി മുത്തുപീടിക, കൈക്കാരന്മാരായ ബാബു തെക്കിനിയത്ത്, പോൾ ചീനാൻ, ജോസ് തെക്കിനിയത്ത്, സിബിൻ കല്ലൂക്കാരൻ, പബ്ലിസിറ്റി കൺവീനർ ഷാജു കിടങ്ങൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. അവണിശ്ശേരി ഫെസ്റ്റിനോടനുബന്ധിച്ച് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ശാന്തിഭവൻ പാലിയേറ്റീവ് ആശുപത്രിയുടെയും അവണിശ്ശേരി വികസന ജനകീയ സമിതിയുടെയും സംയുക്താഭിമുഖ്യത്തിലായിരുന്നു ക്യാമ്പ് സംഘടിപ്പിച്ചത്. സൗജന്യ ഷുഗർ, കൊളസ്ട്രോൾ, ECG, രക്തപരിശോധനയ്ക്ക് സൗകര്യമൊരുക്കിയിരുന്നു. നിരവധി പേർ പരിശോധനയിൽ പങ്കെടുത്തു. മുപ്പത്തിയൊമ്പത് വർഷത്തെ സേവനത്തിന് ശേഷം പഴുവിൽ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ഔദ്യോഗിക പദവിയിൽ നിന്നും പിരിഞ്ഞുപോകുന്ന വാദ്യശ്രേഷ്ഠ പഴുവിൽ രഘു മാരാർക്ക് യാത്രയയപ്പ് നൽകി. യാത്രയയപ്പ് യോഗം ദേവസ്വം ബോർഡ് മെമ്പർ പ്രേമരാജൻ ചുണ്ടലാത്ത് ഉദ്ഘാടനം ചെയ്തു.
പഴുവം ദേവസ്വം ഓഫീസർ PU നന്ദകുമാർ അധ്യക്ഷത വഹിച്ചു. മുൻ കൃഷി വകുപ്പ് മന്ത്രി VS സുനിൽകുമാർ ഉപഹാര സമർപ്പണം നടത്തി. ദേവസ്വം ബോർഡ് ഡെപ്യൂട്ടി സെക്രട്ടറി M മനോജ് കുമാർ, ക്ഷേത്രം ഉപദേശക സമിതി പ്രസിഡന്റ് PA ദേവിദാസ്, സെക്രട്ടറി MN സുബ്രഹ്മണ്യൻ, ട്രഷറർ AC അനിൽ, രക്ഷാധികാരി MK ബാബുരാജ്, അന്തിക്കാട് പത്മനാഭൻ, ഗോപൻ പഴുവിൽ, മാതൃവേദി പ്രസിഡന്റ് വിജയ വള്ളൂക്കാട്ടിൽ, നീതു പ്രദീപ്, ഹരിദാസൻ എമ്പ്രാന്തിരി എന്നിവർ സംസാരിച്ചു. തുടർന്ന് പഴുവം ദേവസ്വത്തിന്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ നിന്നുള്ള വനിതാ അംഗങ്ങളുടെ കലാപരിപാടികളും അരങ്ങേറി. അവണിശ്ശേരി വികസന ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന അവണിശ്ശേരി ഫെസ്റ്റ് 2023 തുടരുന്നു. 8ാം ദിന കലാപരിപാടികളുടെ ഉദ്ഘാടനം ജയരാജ് വാര്യർ ഉദ്ഘാടനം ചെയ്തു. ചലച്ചിത്ര സംവിധായകൻ പ്രദീപൻ മുല്ലനേഴി മുഖ്യാതിഥിയായിരുന്നു. അവണിശ്ശേരി വികസന ജനകീയ സമിതി കോർഡിനേറ്റർ VR ബാബു അധ്യക്ഷത വഹിച്ചു. അവണിശ്ശേരി പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സൂര്യ ശോഭി, അവണിശ്ശേരി സഹകരണ ബാങ്ക് പ്രസിഡന്റ് K ശശിധരൻ, വള്ളിശ്ശേരി UP സ്കൂൾ പ്രധാനാധ്യാപിക CS ശൈലജ, ആതിര അങ്കീരസ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് ബാബുക്ക മെമ്മോറിയൽ മെഹ്ഫിൽ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഗസൽ സന്ധ്യ, നാടോടി നൃത്തം, നൃത്യങ്ങൾ, ഭരതനാട്യം, ഫോക്ക് ഡാൻസ്, കരാക്കെ, ഗാനമേള എന്നിവ നടന്നു. What the fuck though? Where the love go? 5, 4, 3, 2, I let one go. പെരുങ്ങോട്ടുകര കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ കുട്ടിച്ചാത്തൻ സ്വാമി ക്ഷേത്രത്തിലെ തിറവെള്ളാട്ട് മഹോത്സവം ജനുവരി 4, 5, 6, 7 തീയതികളിൽ ആഘോഷിക്കും. മഹോത്സവത്തോടനുബന്ധിച്ചുള്ള നൃത്ത സംഗീതോത്സവത്തിന് തിങ്കളാഴ്ച തുടക്കമാകും. രാവിലെ 8:30 സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യും. മഠാധിപതി ഡോക്ടർ KK വിഷ്ണു ഭാരതീയ സ്വാമി അനുഗ്രഹ പ്രഭാഷണം നടത്തും. തിറവെള്ളാട്ട് മഹോത്സവം 1-ാം തീയതി മുതൽ തുടങ്ങുകയാണ്. ജനുവരി 1 സംഗീത നൃത്തോത്സവത്തോട് തുടങ്ങി. 3-ാം തീയതി സാംസ്കാരിക സമ്മേളനമുണ്ട്. സാംസ്കാരിക സമ്മേളനത്തിന് ബഹുമാനപ്പെട്ട ഗോവ ഗവർണർ ശ്രീധരൻപിള്ള സാറിന് വരുന്നു, അദ്ദേഹമുണ്ട്. പിന്നെ നമ്മുടെ അധ്യക്ഷൻ നമ്മുടെ MLA CC മൂന്തൻ അവരുകളാണ്. പിന്നെ നമ്മുടെ ധനസഹായം നമ്മുടെ പാവപ്പെട്ടവർ മറ്റുള്ള ഇവർക്ക് ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് ധനസഹായം ചെയ്യുന്നത് നമ്മുടെ ജില്ലാ കളക്ടർ VR കൃഷ്ണതേജ IAS ആണ്, അദ്ദേഹമാണ്. പിന്നെ അതിനുശേഷം 2 പ്രമുഖ വ്യക്തികളെ നമ്മൾ ആദരിക്കുന്നുണ്ട്. അവിടെ ഒന്ന് CP സാലി, ആഫ്രിക്കൻ രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ഇൻകോവാസിന്റെ ഇപ്പോഴത്തെ ട്രേഡ് കമ്മീഷൻ, ഇന്ത്യൻ ട്രേഡ് കമ്മീഷൻ നിയമിച്ച അദ്ദേഹം. അതുപോലെ തന്നെ ICL ഗ്രൂപ്പിന്റെ ചെയർമാൻ, അദ്ദേഹത്തിന് ഇന്ത്യൻ ക്യൂബ ട്രേഡ് കമ്മീഷനായി നിയമിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് നമ്മുടെ രണ്ടും നമ്മുടെ നാട്ടുകാരാണ്. അവർക്ക് ഇത്ര ഒരു അംഗീകാരം കിട്ടുമ്പോൾ തുടർന്ന് കർണാടക സംഗീതം, വയലിൻ ഡ്യുയറ്റ്, നൃത്ത സംഗീതോത്സവം 5 ദിവസം നീണ്ടുനിൽക്കും. ജനുവരി 3 വൈകിട്ട് 6 സാംസ്കാരിക സമ്മേളനം ഗോവ ഗവർണർ അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള ഉദ്ഘാടനം ചെയ്യും. CC മുകുന്ദൻ MLA അധ്യക്ഷനാകും. ചാരിറ്റി സംഘടനകൾക്കുള്ള ധനസഹായം കലക്ടർ VR കൃഷ്ണതേജ വിതരണം ചെയ്യും. 13 സംഘടനകൾക്ക് 25,000 രൂപ മുതൽ 50,000 രൂപ വരെയാണ് സഹായം നൽകുക. കർമ്മശ്രേഷ്ഠ പുരസ്കാരം CP സാലിഹിനും KG അനിൽകുമാറിനും ചടങ്ങിൽ സമ്മാനിക്കും. ജനുവരി 5 രാവിലെ തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നിന്നും അഭിഷേക കാവടി പുറപ്പെടും. തുടർന്ന് സംഗീത കച്ചേരി, ത്യാഗരാജ പഞ്ചരത്ന കീർത്തനാലാപനം, ഉച്ചയ്ക്ക് പ്രസാദഊട്ട്, നൃത്തങ്ങൾ. തുടർന്ന് നൃത്ത സംഗീതോത്സവത്തിൽ പങ്കെടുത്ത മുഴുവൻ പേരെയും സംവിധായകൻ ലാൽ ജോസ് അനുമോദിക്കും. പെരുവനം കുട്ടന്മാരാർക്ക് കാനാടിക്കാവിന്റെ സ്നേഹാദരം ചടങ്ങിൽ സമ്മാനിക്കും. രാത്രി 8 വിഷ്ണുമായ സ്വാമിയുടെ പുറത്തേക്കുള്ള എഴുന്നള്ളിപ്പ്, പഞ്ചാരിമേളം അകമ്പടിയാകും. കാവടിയാട്ടം, തിറയാട്ടം, നാദസ്വരമേളം എന്നിവയുണ്ടാകും. ജനുവരി 6 രാവിലെ പത്മക്കളത്തിൽ പൂജ, ഉച്ചയ്ക്ക് അന്നദാനം, വൈകിട്ട് നാദസ്വര കച്ചേരി, രാത്രി എഴുന്നള്ളിപ്പ്, പഞ്ചവാദ്യം. ജനുവരി 7 രാവിലെ തായമ്പക, 10 മുതൽ രൂപക്കളം തൊഴൽ. സൈജു കാനാടി, ശ്രീകൃഷ്ണൻ കാനാടി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കുതിരാനിൽ കാറും ലോറിയും കൂട്ടിയിടിച്ച് അപകടം, ഒരാൾ മരിച്ചു, 5 പേർക്ക് പരിക്കേറ്റു. കുതിരാൻ പാലത്തിനു മുകളിൽ പുലർച്ചെ ആയിരുന്നു അപകടം. ഇന്നോവ കാർ ട്രെയിലർ ലോറിയുടെ മുന്നിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു.
പുലർച്ചെ 3 മണിയോടെയായിരുന്നു അപകടം. ബാംഗ്ലൂരിൽ നിന്നും കോട്ടയത്തേക്ക് പോകുകയായിരുന്ന കുടുംബം സഞ്ചരിച്ചിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. 2 സ്ത്രീകളും 4 പുരുഷന്മാരുമടക്കം 6 പേരാണ് കാറിലുണ്ടായിരുന്നത്. കോട്ടയം സ്വദേശി ജോൺ തോമസ് എന്നയാളുടെ കുടുംബമാണ് അപകടത്തിൽപ്പെട്ടത്. പരിക്കേറ്റവരെ തൃശൂരിലെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. കുതിരാനിലെ റോഡ് ഇടിഞ്ഞ ഭാഗത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ തൃശൂർ പാലക്കാട് ട്രാക്കിലൂടെയാണ് വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കടത്തിവിടുന്നത്. ഇതിനിടയിൽ കാർ ഓടിച്ചിരുന്ന ആൾ ഉറങ്ങിപ്പോയതാകാം അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. അപകടത്തിൽ കാർ പൂർണ്ണമായും തകർന്നു. നാട്ടുകാരും പോലീസും ചേർന്ന് ഏറെ പാടുപെട്ടാണ് ട്രെയിലർ ലോറിയുടെ മുൻഭാഗത്തു നിന്നും ഇന്നോവയെ നീക്കി മാറ്റിയത്. നാട്ടിക ബീച്ചിലെ പാർക്കിന് മുൻപിൽ കോൺഗ്രസ് നാട്ടിക മണ്ഡലം കമ്മിറ്റി റീത്ത് വെച്ച് പ്രതിഷേധിച്ചു. പാർക്കിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് നാട്ടിക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ നടത്തി. നാട്ടിക ബീച്ചിൽ നടന്ന ധർണ DCC ജനറൽ സെക്രട്ടറി CM നൌഷാദ് ഉദ്ഘാടനം ചെയ്തു. നാട്ടിക ബീച്ചിലെ തകർന്ന ഉപയോഗശൂന്യമായ പാർക്കിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തുക, DTPCയിൽ നിന്ന് പാർക്കിന്റെ നടത്തിപ്പ് പഞ്ചായത്ത് ഏറ്റെടുക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ നടത്തിയത്. പാർക്കിന്റെ നിർമ്മാണത്തിൽ നടന്ന അഴിമതി വിജിലൻസ് അന്വേഷിക്കണമെന്നും CC മുകുന്ദൻ MLAക്ക് നാട്ടികയോടുള്ള അവഗണന അവസാനിപ്പിക്കണമെന്നും CM നൌഷാദ് ഉദ്ഘാടന പ്രസംഗത്തിൽ ആവശ്യപ്പെട്ടു. ഇത്രയും മനോഹരമായ നാട്ടിക ബീച്ചിന്റെ സൗന്ദര്യവൽക്കരണം ഉൾപ്പെടെ പ്രഖ്യാപിച്ച പദ്ധതികൾ ഉൾപ്പെടെ പ്രഖ്യാപിച്ച് ആകപ്പാടെ നടപ്പിലാക്കിയ ഈ തകർന്നുകൊണ്ടിരിക്കുന്ന ഈ കെട്ടിടത്തിന്റെ മോടി പിടിപ്പിക്കുകയും അതിനാവശ്യമായ സെക്യൂരിറ്റി സംവിധാനം ഏർപ്പെടുത്തുകയും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെ കീഴിൽ ഏർപ്പെടുത്തി മറ്റു ബീച്ചുകളിലെ പോലെ തന്നെ സാധാരണക്കാർക്ക് വരാനും അവരുടെ സന്തോഷത്തിൽ പങ്കെടുക്കുന്നതിനും അവർക്ക് ആവശ്യമായ ഭൗതികമായ സാഹചര്യങ്ങൾ ഒരുക്കുന്നതിനും ഉള്ള അടിയന്തര നടപടികൾ എടുക്കണമെന്നാണ്. നാട്ടിക മണ്ഡലം പ്രസിഡന്റ് PM സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറിമാരായ നൌഷാദ് ആറ്റുപറമ്പത്ത്, VR വിജയൻ എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി. CG അജിത് കുമാർ, CS മണികണ്ഠൻ, TV ഷൈൻ, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് P വിനു, PC ജയബാലൻ, ബാബു പനക്കൽ, വാർഡ് മെമ്പർ KR ദാസൻ, AB ഹരിലാൽ എന്നിവർ സംസാരിച്ചു. പുത്തൻപീടിക സെന്റ് ആന്റണീസ് പള്ളിയിൽ വിശുദ്ധ അന്തോണീസിന്റെയും വിശുദ്ധ സെബാസ്ത്യനോസിന്റെയും ഉണ്ണി മിശിഹായുടെ ദർശനത്തിന്റെയും 193ാമത് തിരുനാൾ ആഘോഷത്തോടനുബന്ധിച്ച് ദീപാലങ്കാരം സ്വിച്ച് ഓൺ ചെയ്തു. അന്തിക്കാട് SI ശ്രീഹരി സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. തിരുനാളിനോടനുബന്ധിച്ച് വൈകിട്ട് തിരുനാൾ പ്രസുതേന്തിമാർ മതബോധന ഹാളിൽ നിന്നും പ്രദക്ഷിണമായി പള്ളിയിൽ എത്തിച്ചേർന്നു. തുടർന്ന് തിരുനാൾ പ്രസുതേന്തി വാഴ്ചയും ലതീഞ്ഞ്, നൊവേന, ദിവ്യബലി എന്നിവയും നടന്നു. തുടർന്ന് ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം അന്തിക്കാട് SI ശ്രീഹരി നിർവഹിച്ചു. വികാരി ഫാദർ ജോസഫ് മുരിങ്ങാത്തേരി, സഹവികാരി ഫാദർ ജെറിൻ കുരിയളാനിക്കൽ, ഫാദർ ജോസ് കണ്ണനായ്ക്കൽ, നടത്തുകൈക്കാരൻ ഷാജു മാളിയേക്കൽ, ജനറൽ കൺവീനർ TR ജിമ്മി, പബ്ലിസിറ്റി കൺവീനർ ആന്റോ തൊറയൻ, കൈക്കാരന്മാരായ AP ജോസ്, വില്ലി പട്ടത്താനം, GOK മാത്യു, ദീപാലങ്കാരം കൺവീനർ EC പോൾ എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് കെട്ടിടത്തിനു മുകളിൽ സോളാർ പ്ലാന്റ് സ്ഥാപിച്ച് വൈദ്യുതി ചാർജിൽ നിന്നും മുക്തമാകാൻ ഒരുങ്ങി തൃശൂർ അരിമ്പൂർ പഞ്ചായത്ത്. സ്ഥിരമായി 1,00,000-ലധികം രൂപ വീതം കറന്റ് ബില്ലായി അടയ്ക്കേണ്ടി വന്നതോടെയാണ് ഭരണസമിതി ഇടപെട്ട് 1 വർഷം മുമ്പ് പദ്ധതിക്ക് തുടക്കമിട്ടത്. 49 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മാണം പൂർത്തിയാക്കിയ സോളാർ പ്ലാന്റ് ജനുവരി 6-ന് മന്ത്രി K കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്യും. അരിമ്പൂർ പഞ്ചായത്താണ് സൗരോർജ്ജം ഉൽപ്പാദിപ്പിച്ച് ആവശ്യാനുസരണം ഉപയോഗിച്ചും മിച്ചം വരുന്നത് വിപണനം ചെയ്തും മറ്റു പഞ്ചായത്തുകൾക്ക് മാതൃകയാകുന്നത്. ഇതുവഴി പഞ്ചായത്ത് കെട്ടിടത്തിനും ഉടമസ്ഥതയിലുള്ള മറ്റു കെട്ടിടങ്ങൾക്കും വൈദ്യുത ചാർജ് ലാഭിക്കാനാകും. പഞ്ചായത്തിന്റെ ഓഫീസ് കെട്ടിടത്തിനും കുടുംബശ്രീ ക്യാന്റീനും മുകളിലുമായിട്ടാണ് സോളാർ പ്ലാന്റ് ആരംഭിച്ചത്. 55 കിലോവാട്ടാണ് ഉൽപാദനശേഷി. 102 പാനലുകൾ ഇതിനായി സ്ഥാപിച്ചു. 2700 സ്ക്വയർ ഫീറ്റ് വിസ്തീർണത്തിലാണ് പാനലുകൾ ഉറപ്പിച്ചിട്ടുള്ളത്. 2022-23 വർഷത്തെ വികസന പ്രവർത്തനങ്ങൾക്കായുള്ള തുകയാണ് ഇതിനായി വിനിയോഗിച്ചത്. 49 ലക്ഷം രൂപ ചെലവിട്ടുകൊണ്ട് പഞ്ചായത്ത് ഓഫീസും അതുപോലെ അനുബന്ധ കെട്ടിടങ്ങൾക്കും സൗരോർജ്ജ വൈദ്യുതി ഉപയോഗിച്ചുകൊണ്ട് ഇനി മുതൽ പ്രവർത്തിക്കും. ഈ ഒരു സ്വപ്ന സാക്ഷാത്കാരം ഈ വരുന്ന ജനുവരി 6-ാം തീയതി ബഹുമാനപ്പെട്ട മിനിസ്റ്റർ K കൃഷ്ണൻകുട്ടി അവറുകൾ നാടിന് സമർപ്പിക്കുകയാണ്. അപ്പോൾ അത് പഞ്ചായത്തിൻ്റേത് തന്നെ വളരെയധികം ഒരു സ്വപ്ന പദ്ധതിയാണ്. അപ്പോൾ വളരെ വികസന പ്രവർത്തനങ്ങൾക്കും പോലും മാറ്റിവെച്ച് കൊണ്ടാണ് ഈ വലിയൊരു പദ്ധതി നമ്മുടെ പഞ്ചായത്തിൽ നിർവഹിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. 49 ലക്ഷം കൊണ്ട് 1 വർഷത്തിനിടെ നിർമ്മാണം പൂർത്തിയായി.
അനേർട്ടിനാണ് നിർമ്മാണ ചുമതല. പഞ്ചായത്ത് കെട്ടിടം, കുടുംബശ്രീ ക്യാന്റീൻ, ആയുർവേദ ആശുപത്രി, ഷോപ്പിംഗ് കോംപ്ലക്സ്, കമ്മ്യൂണിറ്റി ഹാൾ എന്നിവിടങ്ങളിൽ സോളാർ പ്ലാന്റിൽ നിന്നുള്ള വൈദ്യുതി എത്തും. ഒരു മാസം 60,000 രൂപയോളമാണ് വൈദ്യുത ചാർജായി പഞ്ചായത്ത് KECBക്ക് നൽകി വന്നിരുന്നത്. ഈ തുക ലാഭിക്കുന്നതോടൊപ്പം ആവശ്യം കഴിച്ചുള്ള അധിക വൈദ്യുതി KECBക്ക് മറിച്ചു നൽകുന്നത് വഴി പഞ്ചായത്തിന് ചെറിയ സംഖ്യ വരുമാനവും ലഭിക്കും. ജനുവരി 6-ന് സോളാർ പ്ലാന്റിന്റെ ഉദ്ഘാടനം മന്ത്രി K. കൃഷ്ണൻകുട്ടി നിർവഹിക്കും. കേച്ചേരി മത്തനങ്ങാടിയിൽ വീട്ടിൽ കയറി അമ്മയെയും മകനെയും ആക്രമിച്ച കേസിൽ പ്രതികൾ പിടിയിൽ. 4 പേരെയാണ് കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തത്. മഴുവഞ്ചേരി വട്ടേക്കാടൻ വീട്ടിൽ 26 വയസ്സുള്ള അപ്പു എന്ന അജിത്, മത്തനങ്ങാടി മുളയംകുടത്ത് വീട്ടിൽ 43 വയസ്സുള്ള അജയൻ, കിരാലൂർ കുട്ടംകുളം വെങ്കളത്ത് വീട്ടിൽ 27 വയസ്സുള്ള ജിത്തു എന്ന പ്രജിത്ത്, മത്തനങ്ങാടി തയ്യിൽ വീട്ടിൽ 25 വയസ്സുള്ള നിധിൻ എന്നിവരെയാണ് SHO UK ഷാജഹാന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. ഈ മാസം 13-നായിരുന്നു അക്രമം. മത്തനങ്ങാടി അരിയമ്പുറത്ത് 34 വയസ്സുള്ള അരുൺ, അമ്മ രേഷ്മ എന്നിവരെയാണ് ആക്രമിച്ചത്. അക്രമത്തിനു ശേഷം ഇവർ ഒളിവിലായിരുന്നു. കഴിഞ്ഞ ദിവസം തൃശൂരിൽ നിന്നാണ് ഇവരെ പിടികൂടിയത്. വധശ്രമം ഉൾപ്പെടെയുള്ള കേസുകളാണ് ഇവരുടെ പേരിൽ എടുത്തിട്ടുള്ളത്. ചേർപ്പ് മുത്തുള്ളിയാൽ മരത്തടത്തിൽ കുഞ്ഞിക്കോരൻ ഭാര്യ തങ്ക നിര്യാതയായി. 80 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ഇനി ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 5855 രൂപ, പവന് 46,840 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. ഓൾ ഇന്ത്യ വീരശൈവ മഹാസഭ ചേർപ്പ് ശാഖ കുടുംബ സംഗമം സംഘടിപ്പിച്ചു. സംഗമം TN പ്രതാപൻ MP ഉദ്ഘാടനം ചെയ്തു. പെരിഞ്ചേരി തിരുഹൃദയ തീർത്ഥാടന കേന്ദ്രത്തിൽ ഈശോയുടെ ദനഹ തിരുനാളും വിശുദ്ധ റഫായൽ മാലാഖയുടെയും വിശുദ്ധ സെബാസ്തിനോസിന്റെയും സംയുക്ത തിരുനാളും ജനുവരി 5, 6, 7 തീയതികളിൽ ആഘോഷിക്കും. അവണിശ്ശേരി ഫെസ്റ്റിനോടനുബന്ധിച്ച് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്യാമ്പ് ശാന്തിഭവൻ പാലിയേറ്റീവ് ആശുപത്രിയുടെയും അവണിശ്ശേരി വികസന ജനകീയ സമിതിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ. മുപ്പത്തൊമ്പത് വർഷത്തെ സേവനത്തിന് ശേഷം പഴുവിൽ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ ഔദ്യോഗിക പദവിയിൽ നിന്നും പിരിഞ്ഞുപോകുന്ന വാദ്യശ്രേഷ്ഠ പഴുവിൽ രഘു മാരാർക്ക് യാത്രയയപ്പ് നൽകി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.